എന്താണ് ലോഡ് നോക്കണോ? ആ കൊറേ നേരെ നോക്കണോ? നിങ്ങളുടെ ലോഡ് ഇറക്കി കഴിഞ്ഞാ? ഇല്ല, അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഓഫീസിക്ക് ഇപ്പൊ വിളിച്ചു നോക്കിയിട്ടുള്ളൂ. അവിടെ ഒരുപാട് വണ്ടിയുണ്ട്. എന്തെങ്കിലും ഗ്രൂപ്പിൽ വല്ല ലോഡും വരികയാണെങ്കിൽ അത് എടുക്കാന്ന് വെച്ചിട്ടാണ്. ഈ ഗ്രൂപ്പിൽ വരുന്നൊക്കെ ആർക്കും വേണ്ടാത്ത ലോഡായിരിക്കടാ. അതൊക്കെ ഈ ഓഫീസുകാരനെ പറിച്ചു വിടുന്നതാണ്. ഒന്നും വിചാരിക്കുന്ന കേട്ടാ. ഞമ്മളിപ്പോ ഈ ഗ്രൂപ്പിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ എന്തെങ്കിലും ലോഡിന് മെസ്സേജ് വന്ന് നമ്മൾ ആ നമ്പറിൽ അപ്പൊ തന്നെ വിളിച്ചാ അപ്പൊ വണ്ടി കിട്ടിയെന്നാണ് അവര് പറയുന്നത്. എന്താ ചെയ്യാ? EMI തെറ്റുമെന്ന് പഠിച്ചിട്ടേ ഏതെങ്കിലും വണ്ടിക്കാര് കിട്ടിയ ലോഡ് എടുക്കാന്ന് പറഞ്ഞിരിക്കണ്ടാവും. ഇതേപോലെ നിക്ക് ഒരു ലോഡ് വന്നിട്ടുണ്ട്, വിളിച്ചു നോക്കട്ടെ. ഒരു ലോഡുണ്ട് കണ്ണൂരിന്ന് പുത്തനത്താണിക്ക്. എന്താ എടുക്കണ? അതൊക്കെ ഞാൻ എടുക്കാതെ. അത് വാടക എത്രയുണ്ട്? 10 ടണ്ണ് ഫ്ലൈവുഡ്, 6000 റുപ്യ വാടക, 500 റുപ്യന്റെ കമ്മീഷൻ. 6000 റുപ്യ ഉള്ളിക്കാ. 10 ടണ്ണിൽ എന്തെങ്കിലും കൂട്ടിത്തരാൻ പറ്റുമോ? ഒന്നും കൂട്ടലൊന്നും നടക്കില്ല. നീ വേണമെങ്കിൽ എടുക്ക്. എനിക്കിതാ കൊറേ കോളുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ എടുക്കാം. ഇത് എങ്ങടെ വേണ്ടതെന്ന് പറയോ? ആദ്യം ഈ നമ്പറിക്ക് ഒരു 500 വിട്. സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഞാൻ പൈക്കാം. ലോഡ് വന്നിട്ടുണ്ട് കണ്ണൂരിന്നേ, ഇവിടെ പുത്തനത്താണിക്ക്. 10 ടണ്ണുണ്ട്. 6000 റുപ്യ വാടകയും ആളുടെ കമ്മീഷൻ 500 രൂപ ചാർജ്. എന്തായാലും കിട്ടിയതും കൊണ്ട് ഞാൻ പോട്ടെ. നീ പോയിക്കോ. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ പോണാരാണ് മെസ്സേജുകൾ എണ്ണം കൂടുന്നതും ഇവന്മാരിങ്ങനെ തഴച്ച് വളരുന്നതും.